Hi, good morning all. Morning. Good morning. Good morning, ma'am. Okay, Good morning. good morning. Okay, thank you to all. Then ഇന്ന് നമ്മള് മോർണിംഗ് അല്ലെ നല്ലൊരു തുടക്കത്തോടു കൂടെ നമ്മുടെ മെഡിറ്റേഷനോട് കൂടെ നമ്മൾ ആരംഭിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമ്മളുടെ ചിന്തയിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. നമ്മളുടെ തോട്ട്സ്, നമുക്കിപ്പോ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ ഒരുപാട് ചിന്തകൾ നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോവാറുണ്ട്. അതിൽ നെഗറ്റീവ് ആയിട്ടുള്ളതുണ്ടായിരിക്കും, കുറെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പൊ അതിൽ ചില തോട്ട്സ് നമ്മളെ കുറെ നമ്മുടെ കുറെ കാര്യങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചില കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും ആവശ്യമില്ലാതെ ചീത്ത പറഞ്ഞതോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ നമ്മളങ്ങനെ കുറ്റപ്പെടുത്തിയതോ നമ്മൾ അറിയ പോലും ചെയ്യാത്ത തെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അറിയാണ്ട് ചീത്ത കേട്ടതോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ നെഗറ്റീവ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ, അല്ലെങ്കിൽ നമുക്കിനി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ആങ്ഷൈറ്റി, നമ്മൾ അതിൽ ഫെയിലിയർ ആയി പോവോ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആങ്ഷൈറ്റി, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ആങ്ഷൈറ്റീസ്, അങ്ങനത്തെ ചില തോട്ട്സ് നമ്മുടെ ഓൾറെഡി ഉള്ള ഡെയിലി പ്ലാനിങ് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചില തോട്ട്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നുള്ള കോൺസെൻട്രേഷൻ വരെ പോവാറുണ്ട്. അതും കൂടെ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അതിൽ എന്ത് ചെയ്യും, മുഴുകിപ്പോകും അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യും, എങ്ങനെ അവിടെ നമുക്ക് അതിനെ മാനേജ് ചെയ്തിട്ട് പിടിച്ചു നിർത്താൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു മിക്ക ആളുകളും ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും ഇത് അല്ലെ? ചില കാര്യം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഓൾറെഡി നമ്മൾ തന്നെ അറിയാതെ ചോദിച്ചു പോകാറുണ്ട്, ഞാനിപ്പോ എന്തിനാ ഇത് ആവശ്യമില്ലാണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുകൊണ്ട് ഇപ്പൊ എനിക്ക് എന്താ ബെനിഫിറ്റ്? അങ്ങനെ നമ്മൾ അറിയാണ്ട് നമ്മളോട് തന്നെ ചിലപ്പോൾ ചോദിച്ചു പോകാറുണ്ട് അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ആയിട്ട് പോകാൻ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചുള്ള വറീസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാറുള്ളത്. ഒരു കുറ്റബോധം അല്ലെ, നമ്മൾ അങ്ങനെ പറയേണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ആവശ്യമില്ലാണ്ട് ചീത്ത കേട്ടത്, ഇങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ അത് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നമ്മൾ വേവിക്കാം. അതിനിങ്ങനെ ആയിരിക്കും. അപ്പൊ ഓൾറെഡി പാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റൂമിനേഷൻ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ആങ്ഷൈറ്റി, ഫ്യൂച്ചർ ഇനി വരാനിരിക്കുന്ന കാര്യത്തെ കുറിച്ച്, ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് എനിക്കിപ്പോ അത് കിട്ടുമോ, ഞാൻ അതിൽ അത്രയും ക്യാഷ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുമോ, അങ്ങനെ അങ്ങനെ ആ ഒരു ഫ്യൂച്ചറിലോട്ടുള്ള ഒരു ചിന്താഗതികൾ വരുമ്പോഴാണ് നമ്മൾ അതിനെ വെറീസ് എന്ന് പറയും. അങ്ങനെ 2 ടൈപ്പ് ഓവർ തിങ്കിങ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ഓവർ തിങ്കിങ് നമുക്ക് എങ്ങനെ എസ്കേപ്പ് ആയി നമ്മുടെ ഡെയിലി പ്ലാനിങ്സിലൂടെ അതിനെ മാനേജ് ചെയ്തിട്ട്, ഇമോഷണലി അതിനെ മാനേജ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ കൊഗ്നിറ്റീവ് ഡിസ്ട്രാക്ഷൻ എന്നാണ്. റീസ്ട്രക്ചറിങ്, കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആണ് ആദ്യമായിട്ട് അതിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ നെഗറ്റീവ് തോട്ട്, ഏത് തോട്ടാണ് നമ്മുടെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, ആ ഒരു തോട്ടിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് അതിനെ ചലഞ്ച് ചെയ്തിട്ട് അതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം ആ ഒരു നെഗറ്റീവ് തോട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കാം. നെഗറ്റീവ് തോട്ട് എന്താന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻ എന്താ എന്നുള്ളതും ആ പേപ്പറിൽ എഴുതി, ആ ഒരു കോളത്തിൽ എഴുതാം. പിന്നെ നെക്സ്റ്റ് ഒരു കോളത്തില് ആ സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ ഹെൽത്തി തോട്ടായിട്ട് മാറ്റാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് തോന്നുകയാണ്, നമുക്കൊരു എക്സാം വരുന്നുണ്ട്, അപ്പൊ ആ സമയം അതിൽ നമ്മൾ ഫെയിലിയർ ആവോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒരു ഹെൽത്തി തോട്ടായിട്ട്, ഈ എക്സാം വരും, ഞാൻ അതിനെ എന്തായാലും ചലഞ്ച് ചെയ്യും എന്ന ഒരു ഉറച്ച ആ ഒരു തോട്ടിനെ നമ്മൾ ചേഞ്ച് ചെയ്യാം. ആ ടെൻഷൻ എന്നുള്ള ആ ഒരു തോട്ടിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ അതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ട് ആ ഒരു ടൈപ്പിൽ ആ ഒരു ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കാം. ഇതിനെ നമ്മൾ 3 C's എന്നും കൂടെ പറയും. അതായത് ക്യാച്ച് ഇറ്റ്, എന്താണ് നമ്മുടെ തോട്ട്, നെഗറ്റീവ് തോട്ട്, അതിനെ നമ്മൾ ക്യാച്ച് ചെയ്യുന്നു, ദെൻ ചലഞ്ച് ചെയ്യുന്നു, ആ തോട്ടിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഇത് നമ്മൾ ഇമോഷണലി മാനേജ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തോട്ടും കൂടെയാണ്
ഇതെന്ന് ഒരു തോട്ടും കൂടെയാണ് നമുക്ക് ഇതെന്ന് പറയുന്നത്. 3 സ്റ്റെപ്സ് ഒന്നുകൂടെ പറയാൻ പറ്റും? എങ്ങനെയാ? ഇപ്പോഴും പറഞ്ഞിരുന്ന 3 സ്റ്റെപ്സ് ഒന്നുകൂടെ പറഞ്ഞാൽ പറ്റും? ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ എന്തായിരുന്നു? ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ നമ്മൾ അതിനെ ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. നമുക്ക് എന്ത് നെഗറ്റീവ് തോട്ടാണോ ഉള്ളത്, ഇപ്പൊ നമുക്ക് ചിലപ്പോ ചില നമ്മളിപ്പോ സ്റ്റാഫ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ HR എന്തെങ്കിലുമൊക്കെ കേൾക്കാം. അങ്ങനെ ആ സമയത്ത് ഞാൻ എന്തായാലും അത് കേൾക്കും. അതിനെ നല്ല രീതിയിൽ ഞാൻ മറ്റൊരു രീതിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു റൂട്ട് മാറ്റിയിട്ട്, എന്തുകൊണ്ടാണ് ഞാൻ അത് കേൾക്കേണ്ടി വന്നത്, ആ ഒരു റൂട്ട് മാറ്റിയിട്ട് ഞാൻ അതിനെ ആ തോട്ട് ചേഞ്ച് ചെയ്തെടുക്കുക. ആദ്യം നമ്മളുടെ എന്താണോ നെഗറ്റീവ് തോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നെ അതിനൊരു ചലഞ്ച് ആയിട്ട് ഞാൻ അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുക, ചേഞ്ച് ചെയ്യുക, then അല്ല സോറി, ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നെ അതൊരു ചലഞ്ച് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കാം. എന്തായാലും ഞാനത് നേരിടും. പിന്നെ ആ ഒരു തോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാം. ഞാനത് വളരെ ചലഞ്ച് ചെയ്യുന്നു അല്ലേ? അതെ, ചലഞ്ച് ചെയ്യുന്നു. തോട്ട് ഞാൻ എന്തായാലും മാം ക്യാച്ച്, പിന്നെ എന്താ പറഞ്ഞ 3 C പറഞ്ഞില്ലേ? ക്യാച്ച്, ചലഞ്ച്, ചേഞ്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റെപ്പ് വരുന്നത്, ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഓക്കെ. അപ്പൊ അതിൽ വരുന്നത് വെറി ടൈം. അതായത് നമ്മളിപ്പം ഈ ഒരു ഓവർ തിങ്കിങ് കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പ്, ഓൾറെഡി നമ്മൾ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കുന്ന കുറെ കാര്യങ്ങളിൽ അതെന്താ പറയാ, ഒരു അനുവാദമില്ലാതെ നമ്മളെ മൈൻഡിലോട്ട് കയറി വരികയായിരിക്കും ഓരോ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മറ്റുള്ള ഡെയിലി പ്ലാനിങ്സിലുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും, ഒരു ഡിസ്റ്റർബ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ നമ്മളൊരു പ്രയറിലാണ്, നമ്മള് വളരെ കാമായിട്ടിരുന്ന് ഇങ്ങനെ പ്രയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇത് കയറി വരും. അപ്പൊ നമ്മുടെ ആ ഒരു പ്രയറിലും കൂടെ അത് ഡിസ്റ്റർബൻസ് ആവും. അങ്ങനെ വരുന്ന ഈ ഒരു ഓവർ തിങ്കിങ് നമ്മൾ എന്ത് ചെയ്യാം, അതിനൊരു 10-20 മിനിറ്റ് നമ്മുടെ ഒരു ഡെയിലി അതിന് നമ്മൾ വേണ്ടി സ്പെൻഡ് ചെയ്യാം. 10 to 20 മിനിറ്റ്സ്. ആ സമയത്ത് നമ്മുടെ ഒരു അലോ ചെയ്യാം നമ്മുടെ മൈൻഡിന് ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് വരാനും, അതിന് ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻസും ഒക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഒരു 10 to 20 മിനിറ്റ്സ്. ആ സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ടൈമാണ്. ആ സമയത്ത് മാത്രം ഈ വറീസ് കൊണ്ടുവരാം. പിന്നെ ആ 20 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത ടൈം എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് അവസാനിച്ചു, ഇനി നാളെ ഇതേ സമയത്ത് വീണ്ടും എന്ത് ചെയ്യാം, ഇത് കൊണ്ടുവരാം. പിന്നെ ആ വറി ടൈം കഴിഞ്ഞു കഴിഞ്ഞാലും ചില സമയത്ത് ഓട്ടോമാറ്റിക് അറിയാതെ നമുക്ക് വീണ്ടും ഈ തോട്ട്സ് നമ്മളോട്ട് വരുമ്പോൾ നമ്മൾ പറയാ, നോ, ഇപ്പൊ ഇതിന് അനുവദിച്ച ടൈമല്ല, വീണ്ടും നാളെ അതേ സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇമോഷണലി അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ട്രൈ ചെയ്തെടുക്കാം. അപ്പൊ അതായത് വറി ടൈമിനെ നമ്മൾ ബോക്സിലിട്ട് അടയ്ക്കുക എന്നൊക്കെയാണ് നമ്മളതിന് പറയാം. ആ ഒരു കറക്റ്റ് ടൈമിൽ മാത്രം അതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നീട് അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാനേ പാടില്ല. അപ്പൊ നമുക്കിപ്പോ എന്തായാലും നമ്മൾ എപ്പോഴും പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ സമയത്ത് ഈ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നോ, ഇതിപ്പോ നിങ്ങൾക്ക് പറ്റിയ ടൈമല്ല, നിങ്ങൾക്ക് വരാനുള്ള സമയത്ത് നിങ്ങൾക്ക് വരാം. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ മാറ്റി നിർത്താം. ഓക്കെ അല്ലേ? പിന്നെ വരുന്ന തേർഡ് ടിപ്പാണ് നമ്മളെ ജേർണലിങ്. നമ്മളെല്ലാവരും ഓൾറെഡി നമുക്കെല്ലാവരും കുറെ സമയം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ജേർണലിങ്. നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ള ചിന്തകൾ, നമുക്ക് ഉണ്ടായിട്ടുള്ള നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളെയും നമ്മൾ എന്ത് ചെയ്യുക, സത്യസമമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കാം. ഇതിനെ നമ്മൾ തോട്ട് ഡാംബ്ലിംഗ് എന്ന് പറയും. നമ്മൾ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും സത്യസന്ധമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു പേപ്പറിൽ നമ്മൾ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ഇതിനെയാണ് നമ്മൾ തോട്ട് ഡാംബ്ലിംഗ് എന്ന് പറയാം. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ ഈ കറക്റ്റ് നമ്മുടെ മൈൻഡിലുള്ള ഓരോ തോട്ട്സും പെർഫെക്റ്റ് ആയിട്ട് എഴുതി വെക്കുമ്പോൾ നമുക്കതിന് നമ്മുടെ തോട്ട്സ് നമുക്ക് വളരെ ഒബ്ജക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നല്ല ക്രിയേറ്റീവായ കാര്യങ്ങളിൽ നമ്മുടെ തോട്ട്സിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നെഗറ്റീവ് തോട്ട്സിന് ഏതാണോ അതിൽ പോസിറ്റീവ് ഏതാണോ നമുക്ക് കറക്റ്റ് ഒരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ.
കറക്റ്റ് നമ്മൾ ഇതിനെ ഓരോ നമുക്ക് എന്തൊക്കെ തോട്ട്സ് ആണോ വരുന്നത്, അതിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തൊക്കെ ചിന്തകൾ നമ്മുടെ മൈൻഡിലൂടെ കടന്നു വരുന്നു അത് കംപ്ലീറ്റ് ആ ഒരു ജേർണൽസിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു റൂമിലോട്ടാണെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ കംപ്ലീറ്റ് ഡിസോർഡർ ആണെങ്കിൽ നമുക്കൊരു കാം ഫീൽ ചെയ്യൂല അല്ലെ. അപ്പോൾ എന്തൊക്കെയോ ഒരു എന്ത് സാധനങ്ങളാണ് നമ്മൾ പെറുക്കിയെടുക്കുന്നത്, അവിടെ തപ്പണം ഇവിടെ തപ്പണം, അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നേരെ നമ്മൾ ഒതുക്കി വെച്ച ഒരു റൂമിലോട്ടാണ് നമ്മൾ കയറി വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പക്ക ഒരു എന്തൊരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിലും അതിന് കറക്റ്റ് ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അവിടെ നിന്ന് നമുക്ക് അതിനെ എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അടുക്കി വെക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ നെഗറ്റീവിനെയും പോസിറ്റീവ് ഒക്കെ നമുക്ക് അതിലൂടെ ഈ ഒരു ജേർണൽ എഴുതുന്നതിലൂടെ നമുക്ക് കറക്റ്റ് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതിലൂടെ തന്നെ നമുക്കൊരു സെൽഫ് അവെയർനെസ് വരുമല്ലോ. നമ്മുടെ എബിലിറ്റി എന്താണെന്ന് നമുക്ക് കറക്റ്റ് ക്രിയേറ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആരിനി എന്ത് പറഞ്ഞാലും നമ്മുടെ പുറത്തൊരു പിന്നെ ഒരു ഓവർ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അത് അതിന്റെ വഴിക്ക് പോവട്ടെ, ഞാൻ എൻ്റെ വഴിയിൽ നിന്നിട്ട് എൻ്റെ സക്സസ്സിൽ ഞാൻ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്ന ഒരു രീതിയിൽ നമ്മളെ മൈൻഡിനെ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ ആണല്ലോ? തേർഡ് കണ്ടിന്യൂ ചെയ്തോട്ടെ? ഹലോ, ഓക്കെ റെഡിയാണ്, പറഞ്ഞോളൂ. ഓക്കെ. പിന്നെ നമ്മള് ഈ ജേണൽ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു, അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. എന്തുകൊണ്ട് നമുക്ക് എങ്ങനെ സംഭവിച്ചു, നമുക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ജേർണലിങ്ങിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിനെ റിക്കവർ ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ് ആൻഡ് ഗ്രൗണ്ടിങ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ്. എന്താണ്, നമ്മൾ എന്താണോ ഇപ്പൊ എന്താ നടക്കുന്നത് അതിൽ നമുക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റണം. ഇപ്പം പ്രസന്റില് ഇപ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ല ഒരു ടേസ്റ്റിയിൽ ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ ആ ഒരു ഫുഡ് കഴിക്കുന്നത് കംപ്ലീറ്റ് നമുക്ക് ആസ്വദിച്ചിട്ട് കഴിക്കാൻ പറ്റണം. അതിന്റെ ഓരോ ഏരിയയിലും നമ്മൾ എങ്ങനെയാണോ അതിനെ ഫീൽ ചെയ്യുന്നത് അത് കംപ്ലീറ്റ്, അതായത് നമ്മളൊരു കാര്യത്തിൽ കംപ്ലീറ്റ് അഡിക്റ്റ് ആയിട്ട് അതിനെ കംപ്ലീറ്റ് ആസ്വദിച്ചിട്ട് കഴിക്കുക. ആ സമയത്ത് നമുക്ക് ഒരിക്കലും മറ്റുള്ള ചിന്തയിലോട്ട് കടന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളതിൽ ഹാപ്പിനെസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. പിന്നെ അതിനുള്ള കുറെ ടെക്നിക്സുകൾ ഉണ്ട്. അതാണ് നമ്മൾ ഗ്രൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന കുറെ ടെക്നിക്സ് വരുന്നുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ സ്ക്വയർ ബ്രീത്തിങ്. അതായത് നമ്മൾ ഡീപ് ബ്രീത്തിങ്. നമുക്ക് എപ്പോഴും അറിയാം ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് നമ്മുടെ ഡീപ് ബ്രീത്തിങ്. അപ്പോൾ ഒരു നെഗറ്റീവ് കമന്റ്സോ തോട്ട്സോ നമ്മളിലോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഒരു 2-3 ഡീപ് ബ്രീത്തിങ് എടുത്തിട്ട് അതുപോലെ ബ്രീത്തിങ് എടുക്കുന്നു, അത് ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു 4-3-2-1 സ്ട്രക്ചറിൽ അതൊരു 4 ടൈംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചിന്ത നമ്മളെ മൈൻഡിലോട്ട് കയറുന്നത് ബ്രെയിനിലോട്ട് എത്തുന്നതിന് മുൻപ് തന്നെ നമുക്കതിനെ പുറന്തള്ളിയിട്ട് ഒഴിവാക്കാൻ പറ്റും. പിന്നെയാണ് നമ്മുടെ 5-4-3-2-1 ടെക്നിക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ണടച്ചിട്ട് ഒരു 5 തിങ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 5 ഒബ്ജക്ട്സ് എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാം. പിന്നെ അതുപോലെ നമ്മുടെ ടച്ച് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ടച്ച് ചെയ്തിട്ട് അതിന്റെ ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു 4 ഒബ്ജക്ട്സിന്റെ ടച്ചിങ്സ് നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന, നമുക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറച്ച് സൗണ്ട്സ് ഉണ്ടാവും. നല്ല സോങ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സൗണ്ട് ആയിരിക്കാം. അങ്ങനെ നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന സൗണ്ടുകൾ, അങ്ങനെ ഒരു 3 സൗണ്ട്സ് നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാം. പിന്നെ ടേസ്റ്റ്, നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുകൾ നമ്മളിലോട്ട് കൊണ്ടുവരാം. പിന്നെ സ്മെല്ല്. അങ്ങനെയാണ് 5-4-3-2-1 ടെക്നിക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പ്രാക്ടീസിലൂടെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മുടെ മൈൻഡിൽ നിന്ന് പുറന്തള്ളിയിട്ട് ആവശ്യമുള്ളത് കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് കൂടെയാണ് ഇത്. ലാസ്റ്റ് പറഞ്ഞ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ആ ടെക്നിക്സ് മാത്രം പറഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യണം. 5-4-3-2-1 ടെക്നിക്ക്. അതിൽ നമ്മൾ കാമായിട്ട് കണ്ണടച്ചിരിക്കുന്നു, എന്നിട്ട് ഒരു 5 തിങ്സ് നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാം. നമുക്ക് കാണാൻ പറ്റുന്ന 5 തിങ്സ്, അതായത്
ഇപ്പൊ നമ്മൾ ഏറ്റവും നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന 5 കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് എന്ത് ചെയ്യും, ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ആ 5 സംഭവങ്ങളെ നമ്മളെ മൈൻഡിലോട്ട് കൊണ്ടുവരാം. എന്തെങ്കിലും ഒരു 5 ഒബ്ജക്റ്റ്. ഓക്കെ. പിന്നെ അതുപോലെ 4 തിങ്സിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 ഐറ്റംസ്. അത് നമ്മൾ പിന്നെ മാഡം ടച്ച് ചെയ്യാണോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന മൈൻഡിൽ കൊണ്ടുവരികയാണോ ചെയ്യേണ്ടത്? ടച്ച് ചെയ്യാൻ പറ്റുന്ന മൈൻഡിലോട്ട് കൊണ്ടുവരാം, ആ ഒരു ഫീലിംഗ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടണം, ആ ഒരു ഹാപ്പിനെസ്. ഓക്കെ. പിന്നെ വേണ്ടത് നമുക്ക് ഹിയറിംഗ്, കേൾക്കാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ. ഓക്കെ. പിന്നെ 4-മത്തതാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യം. പിന്നെ നമുക്ക് സ്മെല് ചെയ്യാൻ പറ്റുന്ന 1 കാര്യം. ഓക്കെ. ഓക്കെ. 5 to see, അതിനെ 5 things to see, 4 things to touch, then 3 things to hear, then 2 things to taste, then 1 things to smell. That is 5, 4, 3, 2, 1 technique. Last one. To smell ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ. പിന്നെ ഇതും എന്താണ്, നമ്മുടെ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. നമുക്ക് ഓൾറെഡി നമ്മുടെ പ്രസന്റിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ കോൾഡ് എക്സ്പോഷർ. നമുക്കറിയാം, ഒരു നമ്മളിങ്ങനെ ഒരു ഡിസ്ട്രാക്ട് ആയിട്ട് ഓൾറെഡി നെഗറ്റീവ്സ് എല്ലാം കൂടെ കയറി നമ്മളെ മൈൻഡ് ഇങ്ങനെ ഷഫിളായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി ഓൾറെഡി ഒരു ടെമ്പറേച്ചർ ഒക്കെ ഉള്ള നോർമൽ ടെമ്പറേച്ചറിനും ഒരു എന്താ പറയുക, ഒരു ഇന്നർ ടെമ്പറേച്ചറിൽ ഒരു ചെറിയ ചേഞ്ചസ് വരും അല്ലേ. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഐസ് പാക്സ് കൊടുക്കുക നമ്മുടെ ഫേസിലും അതുപോലെ നമ്മളെ ഹാൻഡ്സിലും ഒക്കെ. ചെറിയ ഐസ് പാക്സ് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് ചെയ്യുമ്പം നമ്മളെ ബോഡി ഒന്ന് കാമായിട്ട് വരും. അതിനെയാണ് നമ്മൾ കോൾഡ് എക്സ്പോഷർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് നമ്മളെ യോഗ. പിന്നെ ഓൾറെഡി നമ്മൾ ചെയ്തു മെഡിറ്റേഷൻസ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്മൂത്തിങ് ടെക്നിക്സ് എന്ന് പറയും. അതായത് നമ്മളെ തന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കാം. നോ, നിനക്കൊന്നും സംഭവിക്കില്ല, അത് നിന്നെ ഒരിക്കലും ബാധിക്കുന്ന കേസല്ല, നീ അതൊക്കെ അവോയ്ഡ് ചെയ്യ്, നിനക്ക് നേരെ മുന്നോട്ട് പോകാൻ പറ്റും. ആ രീതിയിൽ നമ്മൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു സമാധാനം കൊടുക്കാം. ഓക്കെ. നമ്മളോട് മറ്റൊരാൾ തരുന്ന ഒരു ഇത് എന്താ പറയാ, മറ്റൊരാൾ നമ്മളെ ആശ്വസിപ്പിക്കുമല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പോൾ എപ്പോഴും അത് അവൈലബിൾ ആയിക്കൊള്ളണമെന്നുണ്ടായിരിക്കില്ല അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റൊന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് നമ്മൾക്ക് തന്നെ കൊടുക്കാം. നോ, ഒരിക്കലും ഇനി അതിനെ കുറിച്ച് വറീഡ് ആവണ്ട, നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നമ്മളെ തന്നെ ആശ്വസിപ്പിച്ചിരിക്കുക. ഓക്കെ, യു ആർ സേഫ്. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾക്ക് തന്നെ നമ്മളത് കൊടുക്കാം. ഓക്കെ, അതാണ് സ്മൂത്തിങ് ടെക്നിക്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ നമ്മളിലേക്ക് കയറി വരുന്ന ഈ ഒരു ചിന്തകൾ നമ്മുടെ നിന്ന് നമുക്ക് തട്ടിയിടാൻ പറ്റും. ഇനി 5th ടെക്നിക്സ്. ഇപ്പൊ നമ്മൾ 4 ടെക്നിക്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റ് ടെക്നിക്കാണ് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, ആക്ടിവിറ്റി റീഷെഡ്യൂളിങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ഒരു നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും അല്ലെ, നമുക്ക് കുറച്ച് ഫ്രീ ടൈം എപ്പോഴാണോ കിട്ടുന്നത് അതിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മളിലോട്ട് ഓവർ തിങ്കിങ് വരുന്നു. അതിലൂടെ നമ്മൾ ഇങ്ങനെ കാട് കയറി അങ്ങ് പോകും, എവിടെ എത്തുന്നൊന്നും നമുക്ക് അറിയൂല. നമ്മൾ ആവശ്യമില്ലാതെ ഫ്യൂച്ചർ ആയിട്ടും അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയത് കാര്യത്തിനെ കുറിച്ചായിട്ട് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, ഞാൻ അങ്ങനെ കേട്ടുപോയി, അങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ആക്ടിവിറ്റിയിൽ നമ്മളങ്ങനെ ചേഞ്ച് ആക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, നമ്മളെല്ലാം മറന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ഹോബീസ്. ചില ആൾക്കാർക്കാണെങ്കിൽ സ്റ്റോറി എഴുതാൻ പറ്റും. അപ്പൊ അവര് എല്ലാം മറന്നിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റോറി റൈറ്റിംഗ് അല്ലെങ്കിൽ പോയം എഴുതിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല രീതിയിൽ സിംഗിങ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നല്ല ബുക്സ് വായിക്കാം, നല്ല ഇൻസ്പിറേഷണൽ ബുക്സ് വായിക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് നമ്മൾക്ക് നല്ല ഹാപ്പിനെസ്സോട് കൂടി എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ മാറുക. അപ്പൊ ആ ഒരു മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റൊരു കാര്യത്തിലേക്ക് അവിടെ എൻഗേജ്ഡ് ആക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു നെഗറ്റീവ്സിൽ നമ്മൾക്ക് ഒരിക്കലും നിന്നിട്ട് തിരിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ ചിലർക്ക് പ്ലാന്റിങ് അല്ലെ,
നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിലോട്ട് മാറി വരുമ്പോൾ ഈ ഒരു നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഡിസ്ട്രാക്ഷൻസും അവരെ മൈൻഡിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യൂല. അതല്ല നമ്മളിപ്പോ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഡള്ള് മൂഡാണെങ്കിൽ ഇങ്ങനെ വെറുതെ കുറെ ലേസി ആയിട്ടിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും റീൽസ് അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ വീണ്ടും നമ്മൾ ഈ നെഗറ്റീവ്സിൽ തന്നെ കുടുങ്ങി കിടക്കുക ചെയ്യാം. നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഹാപ്പിനെസ് ഒന്നും ഒരിക്കലും കിട്ടൂല. അതെല്ലാം നമ്മൾ ബോഡി കംപ്ലീറ്റ് മറ്റൊരു ആക്ടിവിറ്റിയിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് കംപ്ലീറ്റ് ആ ഒരു നെഗറ്റീവ്സ് നമുക്ക് മാറി നിൽക്കാൻ പറ്റുക. പിന്നെ നമുക്ക് ആ ഒരു ചിന്ത നമ്മളിലോട്ട് വരില്ല. കാരണം നമ്മുടെ ഫിസിക്കലി നമ്മൾ മാറി, മെന്റലി നമ്മുടെ ആക്ടിവിറ്റി മാറി വരും. ഇപ്പൊ ചില ആളുകളൊക്കെ നല്ല ഇങ്ങനെ ഈ നെഗറ്റീവ്സ് ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റോറി എഴുതും. ആ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന ആ സ്റ്റോറിക്കൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും. കാരണം അവർ കംപ്ലീറ്റ് അവിടുന്ന് മാറിയിട്ട് പൂർണ്ണ മൈൻഡ് കൊടുത്ത് എഴുതുമ്പോൾ നല്ല രീതിയിൽ നല്ല സ്റ്റോറീസ് ഒക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം കംപ്ലീറ്റ് മാറി നമുക്ക് പുതിയൊരു ഹാപ്പിനെസ്സും കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിലുള്ളൊരു ക്രിയേറ്റിവിറ്റി പുറത്തു വന്നുകയും ചെയ്തു. അപ്പൊ അതിലൂടെ നമുക്കൊരു പുതിയൊരു ഹാപ്പിനെസ്സും കിട്ടും. നമ്മുടെ ഉള്ള നെഗറ്റീവ്സിനെ അവിടുന്ന് അവോയ്ഡ് ചെയ്ത് പോവാനും പറ്റും. അപ്പൊ ഇതും എന്താണ്, നല്ല നമ്മുടെ തോട്ട്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടെക്നിക്കും കൂടെയാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വന്നത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഓവർ തിങ്കിങ്, ആവശ്യമില്ലാതെ നമ്മുടെ ചിന്തിച്ച് നമ്മുടെ ഉള്ള കാര്യങ്ങളും കൂടെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തോട്ട്സിനെ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന കുറച്ച്, അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ടെക്നിക്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വന്നത് എന്താണ്, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അപ്പൊ ആദ്യം നമ്മളുടെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നു, അത് നമ്മൾ ചേഞ്ച് ചെയ്ത് അതിനെ റൂട്ട് ചേഞ്ച് ചെയ്തിട്ട് അതിലൊരു സക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെയാണ് നമ്മുടെ വറി ടൈം. ആ ഒരു അല്പം സമയം മാത്രം ഒരു വറീസ് പറയാനുള്ള ഒരു സമയം അല്ലെങ്കിൽ വറീസ് ചിന്തിക്കാനുള്ള സമയം നമ്മൾ മാറ്റിവെക്കുന്നു. പിന്നെ മൂന്നാമത് നമ്മുടെ ജേർണലിങ്. അത് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ തോട്ട്സ് അതിനെ നമ്മൾ പക്ക എഴുതി വെക്കുന്നു. അതിന് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ നമുക്ക് റീസ്ട്രക്ചർ ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നു. പിന്നെ നമ്മുടെ മൈൻഡ്ഫുൾനെസ് ആൻഡ് ഗ്രൗണ്ട് ടെക്നിക്സ്. ഉള്ള കാര്യങ്ങൾ പ്രസന്റിൽ എന്താണോ നടക്കുന്നത് അവിടെ നമ്മൾ നിൽക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളൊക്കെയാണ് നമ്മൾ ഇവിടെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞു ആക്ടിവിറ്റി റീഷെഡ്യൂളിങ്. നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയിലോട്ട് നമ്മൾ മൂവ് ചെയ്യാം. നമ്മുടെ എന്താണോ നമ്മളുടെ ഹോബി, നമ്മൾ എല്ലാം മറന്നിട്ട് നമ്മൾ അഡിക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഹോബി ഉണ്ടായിരിക്കും, ഒരു കാര്യം ഉണ്ടായിരിക്കും. അതിലൂടെ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആക്ടിവിറ്റിയിലോട്ട് നമ്മൾ മൂവ് ചെയ്യാം. അത് ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആവും കേട്ടോ. ഓരോരുത്തരുടെ ഒരു ഏരിയ എന്നുള്ളത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പ്ലാന്റിങ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലത്തീഫ് സാറിന് ചിലപ്പോൾ എന്തായിരിക്കും, സിംഗിങ് ആയിരിക്കും. സജിന മാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ സ്റ്റോറി റൈറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഓരോരുത്തർക്കും അത് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾക്ക് നല്ലൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ മൈൻഡിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ടു ആൾ. നമ്മുടെ ഈ രാവിലത്തെ വളരെ വിലപ്പെട്ട സമയമാണ്. എല്ലാവരും ഈ ഒരു നല്ലൊരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്നത് തന്നെ. അപ്പൊ നമ്മളെപ്പോഴും നമ്മളൊരു നല്ലൊരു ഡെവലപ്മെന്റിന് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. Okay, thank you, ma'am. Thank you. താങ്ക് യു. ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പ്രാക്ടിക്കലായിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ താങ്ക് യു മാം. പ്രത്യേകിച്ച് ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും പറഞ്ഞതിൽ എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലും നമുക്ക് ചോദിക്കാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളെല്ലാം മാഡം പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. പക്ഷെ ഗ്രൂപ്പിൽ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് പോയിന്റ് മാത്രം ഉപകാരമായിരുന്നു. ക്ലാസ്സൊക്കെ വളരെ വളരെ ഉഷാറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.
ഫസ്റ്റ് പറഞ്ഞത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, പിന്നെ ടൈം മാനേജ് ചെയ്യുക, തേർഡ് ജേർണലിങ്, പിന്നെ മൈൻഡ്ഫുൾനെസ് ആൻഡ് ഗ്രൗണ്ട് ടെക്നിക് എക്സസൈസുകൾ, ഫിഫ്ത്ത് ആക്ടിവിറ്റി അല്ലേ, ആക്ടിവിറ്റി റീസ്ട്രക്ചറിങ്, റീഷെഡ്യൂളിങ്, ആക്ടിവിറ്റി റീഷെഡ്യൂളിങ് അല്ലേ. ഓക്കെ ഓക്കെ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ. നല്ല നമുക്ക് Okay, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ ടെക്നിക്സുകളൊക്കെ കിട്ടി. താങ്ക് യു മാം. അതെ, ഓക്കെ, താങ്ക് യു ടു ഓൾ. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ ഇല്ലെങ്കിൽ നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടാൽ പെർഫെക്ഷൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ചെയ്യാം സാർ. ഓക്കെ, ഓൾറെഡി ഞാൻ നോട്ട്സ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ അയക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.